നമസ്കാരം. എൻ്റെ പേര് ഫഹദ് മേയോ. ഞാനിപ്പോൾ ലണ്ടൻ ഈസ്റ്റ് ഹാം എന്ന സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ മലയാളി സുഹൃത്തുക്കൾക്കിടയിൽ വ്യാപകമായി നടത്തപ്പെട്ട വഞ്ചനയുടെയും ചതിയുടെയും ഒരു രൂപം നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. തിരുവനന്തപുരം നെടുമ്പങ്കാട് പായക്കുറ്റി സ്വദേശിയായ വിശ്വദാസ് എന്ന 21-കാരനെ ചെറുപ്പക്കാരനാണ്. അപ്പൻ്റെ അച്ഛൻ എന്നറിയപ്പെടുന്ന ഗിരീഷ് കുമാർ എന്ന മലയാളിയും കൂടി ചേർന്ന് 60ഓളം വരുന്ന മലയാളി സുഹൃത്തുക്കൾക്കിടയിൽ നടത്തപ്പെട്ട വൻ ചതിയുടെയും വഞ്ചനയുടെയും കഥ നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. പഠനാവശ്യാർത്ഥം ലണ്ടനിലെത്തിയ 60ഓളം വരുന്ന മലയാളി സുഹൃത്തുക്കൾക്കിടയിൽ നിന്നും ലണ്ടനിലുള്ള പല വിധത്തിലുള്ള HSBC, ലോയിഡ്സ് തുടങ്ങിയ പല വിധത്തിലുള്ള സ്വകാര്യ ബാങ്കിൽ നിന്നുമായി 1.5 കോടിയോളം വരുന്ന ഇന്ത്യൻ മണി അപഹരിച്ചിട്ടാണ് കഴിഞ്ഞ 16-ാം തീയതി ബുധനാഴ്ച വിഷ്ണുദാസ് എന്ന 21-കാരൻ തിരുവനന്തപുരത്തേക്ക് തൻ്റെ യാത്ര തിരിച്ചിരിക്കുന്നത്. ലണ്ടൻ ഈസ്റ്റ് ഹാം എന്ന സ്ഥലത്ത് മലയാളികളും ഏഷ്യക്കാരും ഇന്ത്യക്കാരും ഒരുപോലെ തിങ്ങിപ്പാർക്കുന്ന ഈസ്റ്റ് ഹാം എന്ന സ്ഥലത്ത് തൻ്റെ താമസ സൗകര്യം പല പല ഏരിയകളിലേക്കും ഈസ്റ്റ് ഹാമിൻ്റെ ഉള്ളിൽ തന്നെ പല പല സെക്ഷനുകളിലേക്ക് മാറ്റുകയും ഇതിനിടയിൽ ഒരുപാട് സൗഹൃദബലം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു പദ്ധതിയുടെ ആദ്യഘട്ടം എന്നോണം വിഷ്ണുദാസ് ചെയ്തിരിക്കുന്നത്. തൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിശ്വാസ്യതയുടെ ബലം കൂട്ടുവാനായി തനിക്ക് ബ്രിട്ടീഷ് ആർമിയിൽ ജോലി ലഭിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ രേഖകൾ എന്നെപ്പോലെയുള്ള ഒരുപാട് വരുന്ന മലയാളി സുഹൃത്തുക്കൾക്ക് മുമ്പിൽ കാഷ്വലായിട്ട് അയാൾ കാണുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അയാളുടെ മതിപ്പും അയാളുടെ വിശ്വാസവും ഏറുകയായിരുന്നു ചെയ്തത്. പദ്ധതിയുടെ 2ാം ഘട്ടം എന്ന നിലയിൽ വിഷ്ണുദാസ് തൻ്റെ സൗഹൃദ വലയത്തിനുള്ളിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളോടും താൻ ജോലി ചെയ്യുന്ന ലണ്ടൻ റോയൽ ലാൻകാസ്റ്റർ എന്ന 4-സ്റ്റാർ ഹോട്ടലിൽ 2 വർഷത്തെ വർക്ക് പെർമിറ്റ് അടക്കം നാട്ടിലുള്ള 1,50,000 രൂപയോളം മുതൽ 3 ലക്ഷം വരെയുള്ള ശമ്പളം ലഭിക്കുന്ന പോസ്റ്റിലേക്ക് താൻ റെക്കമെൻഡ് ചെയ്യാമെന്നും അതിനായി എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കിടയിൽ നിന്നും 1.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ അയാൾ പിരിച്ചെടുക്കുകയും വിസ പ്രോസസ്സിംഗ് എന്ന പേര് പറഞ്ഞുകൊണ്ട് പാസ്പോർട്ടും അത് സംബന്ധിച്ച എല്ലാ രേഖകളും അയാൾ കൈപ്പറ്റുകയും അതുമായിട്ട് ഒരു സുപ്രഭാതത്തിൽ 16-ാം ഇയാൾക്കെതിരെ ചില സംശയങ്ങൾ കേട്ട ചില സുഹൃത്തുക്കൾ അയാളെ നേരിൽ തന്നെ ചെന്ന് അയാളുടെ താമസ സ്ഥലത്ത് ചെന്ന് കാണുകയും തങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലെന്നും തങ്ങളുടെ കാശും തങ്ങളുടെ പാസ്പോർട്ട് അടങ്ങുന്ന ഡോക്യുമെൻറ്റ്സും തിരിച്ചു തരണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ 10ഓളം വരുന്ന വിദ്യാർത്ഥികൾ അയാളുടെ താമസ സ്ഥലത്ത് ചെന്ന് ഇത്രയേറെ വളരെ ശബ്ദത്തിൽ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തനിക്ക് നാളെ ഉച്ചവരെ സമയം തരണമെന്നും അതിനുള്ളിൽ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാമെന്നും മൈക്കിൾ എന്ന് പറയുന്ന തൻ്റെ സുഹൃത്ത് ഔട്ടർ ലണ്ടനിൽ പോയിരിക്കുകയാണെന്നും അയാൾ തിരിച്ചു വരാതെ തനിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു വിഷ്ണുദാസ് പിറ്റേന്ന് രാവിലെ ലഭിച്ച ഫോൺ കോളിലൂടെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അറിയുന്നത് അയാൾ വെളുപ്പിനുള്ള ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് കടന്നു കളഞ്ഞു എന്ന ഭീകരമായ സത്യമായിരുന്നു. ഇത്ര വലിയ ഒരു ചതി നടന്നിട്ടും ഇന്ന് വരെ ഇതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നും നമ്മളുടെ ഇടയിൽ ഈസ്റ്റ് ഹാമിലെ പരിസര പ്രദേശങ്ങളിലും ജീവിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പലരുടെയും 60ഓളം പാസ്പോർട്ടുകൾ കണ്ടെത്തിയ മലയാളി സുഹൃത്ത് നേരെ ഇംഗ്ലീഷ് പോലീസിൻ്റെ ഈസ്റ്റ് ഹാം പോലീസ് സ്റ്റേഷനിൽ അത് എത്തിക്കുകയും അതിൽ നിന്നും അന്ന് അവിടെ പ്രസൻ്റ് ആയിരുന്ന 10 മുതൽ 20ഓളം വരുന്ന സുഹൃത്തുക്കൾക്ക് അവരുടെ പാസ്പോർട്ട് തിരിച്ചറിയാനും അത് തിരിച്ചു കിട്ടാനുമുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. ബാക്കി വരുന്ന 40ഓളം വരുന്ന പാസ്പോർട്ടിൻ്റെ ഉടമസ്ഥർ ഇന്നും തൻ്റെ പാസ്പോർട്ടും ബന്ധപ്പെട്ട എല്ലാ രേഖകളും പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന കാര്യം പോലും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ മുമ്പിൽ ഇന്ന് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവരുടെ ഭാവിയും അവരുടെ തിരിച്ചുവരവിനെയും ചോദ്യചിഹ്നമാക്കിയ വിഷ്ണുദാസിനെയും അവൻ്റെ അച്ഛനെയും എന്ത് ചെയ്യണമെന്ന് കേരള മനസാക്ഷിയോട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ടതാണ്.